welcome to S&S Epics. എന്താണ് പരിപാടി? ഞാൻ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നോക്കാണ്. നീ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ലാന്ന് മനസ്സിലായില്ലേ? നീ ചെയ്യുമ്പോ 100-150 വ്യൂസ് വരുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തപ്പോ 700-750 വ്യൂസ് ഇപ്പൊ തന്നെയായി. ഇനി അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അഹങ്കരിക്കട്ടെ, ഒരുപാട് തിരിച്ചും പോവാം അല്ലേ? പിന്നെ തിരിച്ചൊക്കെ നമ്മുടെ കട്ട വ്യൂവേഴ്സ് ആണ്, ഒന്നും അങ്ങനെ പോകത്തില്ല. എന്നാലും ഞാനില്ലാണ്ട് പോലെ ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യാൻ നോക്കണ്ട, ഞാനും കൂടെ കൂടും. എന്നാ പിന്നെ ഇവിടെ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനല്ല, റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു S&S Epics. ഒന്ന് ചെറുപ്പം തുടങ്ങാം. Ready 1 2 3 start. Hello friends, welcome to. എന്താണ് ഒരുമിച്ച് പറയുക? ഹലോ ഫ്രണ്ട്സ് അല്ല, സ്റ്റാർട്ട് പറഞ്ഞില്ല. 1 2 3 സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു S&S Epics. അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇടയ്ക്ക് പറയുന്നില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞ് ഷൈൻസിനെ ഇങ്ങോട്ട് ചെഞ്ച നോക്കുന്നത്. ഞാൻ നോക്കുന്നുണ്ട്, പറയൂ. ഇവിടെ നോക്കൂ ചെഞ്ച. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതായത് എന്നെ പോലെയുള്ള മടിച്ചുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ചിക്കൻ റെസിപ്പി. അതായത് ഓവനും അതായത് ഗ്രില്ലൊന്നും ചെയ്യാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി അല്ലേ? അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുക്കർ ചിക്കൻ ആണ്. കുക്കർ ചിക്കൻ എല്ലാവരും ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിക്കൻ. കുഴപ്പമില്ല. അപ്പൊ ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ ചിക്കൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാറ്റ് കാരണം വെള്ളം വന്ന് കണ്ണിൽ കൂടെ. കാറ്റിൽ തന്നെ ഒന്ന് നിൽക്കണം നിർബന്ധമായിരുന്നല്ലോ എനിക്ക്. നല്ല വെട്ടം കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ഇവനെ കണ്ട, ഇവനെയാണ് നമ്മളിന്ന് കുക്കർ ചിക്കൻ ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 1 കിലോ തൂക്കം വരുന്ന ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് വരഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി ഇടാം, നല്ല അടിപൊളി മുളക് പൊടി ഇടാം. ഇനി കുറച്ച് നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാല, കുരുമുളക് പൊടി, ഇനി കുറച്ച് കാശ്മീരി മുളകിൻ്റെ ചതച്ചത്, തൈര്. ഇവിടുത്തെ തൈരിന് അധികം പൊടിയില്ലാത്തതുകൊണ്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി വയ്ക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കസ്തൂരി മേത്തി അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് ലീവ്സ് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമ്മളൊട്ടും വെള്ളം ചേർക്കുന്നില്ല ഇതിനകത്ത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൽ വെച്ച് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അടി പിടിക്കാനോ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മേത്തേക്ക് അങ്ങ് വെച്ച് തേക്കാം. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. എല്ലാം നല്ല ഉള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ശരിക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും നമുക്ക് എടുക്കേണ്ടി വന്നത് ആകെ 10 മിനിറ്റ് ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി ഒരു കുറച്ച് നേരം കുക്കറിൽ വെക്കണം. ആ ഒരു സമയം മാത്രമേ നമുക്ക് ഇതിനകത്ത് നഷ്ടമാവുന്നുള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പറ്റി കുട്ടപ്പനായിട്ടുണ്ട്. ഇനിയപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ? ഇതേപോലെ നന്നായിട്ട് മസാല സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറായി. അപ്പൊ നമുക്കിനി കുക്കർ എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം അല്ലേ?
അപ്പോൾ നമുക്ക് കുക്കർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൻ്റെ ഏകദേശം അടിഭാഗം ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ നമുക്കിതിനകത്തേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കാം. ഇല വെച്ചതിന് ശേഷം നമുക്കിതുണ്ടല്ലോ ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെക്കണം. ആ ഇല വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു ഇലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അതായത് ഉപ്പ് കാണരുത്, അതേപോലെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഇത് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ കാലൊന്ന് കൂട്ടിക്കെട്ടണം. കാലും കൈയും കൂട്ടിക്കെട്ടാൻ പറ്റിയെങ്കിൽ കൂട്ടിക്കെട്ടാം. ഞാനാദ്യം കാല് കൂട്ടിക്കെട്ടാൻ പറ്റുമോ നോക്കാം. എന്തായാലും കാല് കെട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈയും കാലും നമ്മൾ ഏകദേശം കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം അരമണിക്കൂറോളം ഫ്രിഡ്ജിലിരുന്ന് മാറിനേറ്റ് ആയതാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കുക്കർ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സാധനം എടുത്ത് കുക്കറിലേക്ക് വയ്ക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഇലയിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എണ്ണയും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കുക്കറിൻ്റെ നമ്മുടെ ഈ വെയിറ്റ് നമ്മളെടുത്ത് മാറ്റണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ വാഷറും കൂടെ നമുക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മളിത് 45 മിനിറ്റോളം ഏകദേശം വേവിക്കാൻ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം എടുക്കുന്നുള്ളൂ. ബാക്കി ഇത് വേവിക്കാനുള്ള സമയം മാത്രമേ നമ്മുടെ പോകുന്നുള്ളൂ. ഇപ്പം നമ്മൾ കുക്കർ വെച്ചിട്ട് ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി അത് വെന്തോന്ന് നോക്കാം. സൂപ്പർ, കണ്ടിട്ട് ഒരു ലുക്കൊക്കെ ഉണ്ട്. നമുക്കിനി അത് വെന്തോ ഇല്ലെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഉലുവേലയുടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ വാഴയുടെ നല്ലൊരു മണമൊക്കെ ഉണ്ട്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് പൊലിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് ഒരു അല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്കിത് ഇതിൻ്റെ അടിഭാഗം എല്ലാം കരിഞ്ഞു പോകേണ്ടതൊന്നുമില്ല നോക്കാം. കേട്ടോ, ചിക്കൻ്റെ ബാക്ക് വശം ഇതാണ്. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ട്. പാൻ ചൂടായി നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ചിക്കൻ അതിനകത്തേക്ക് പയ്യെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി വെന്തുകൊണ്ട് ഉടയാത്ത രീതിയിൽ നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എന്തേ അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഞാൻ കാര്യം ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടെങ്കിലും ഒരു കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ട്. സൂപ്പർ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.